ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് തന്ന നല്ല അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 23 അധ്യായം 24 വാക്യം. നീ സത്യം വിൽക്കുകയില്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ഈ അത്രയെന്ന് വരുമ്പോൾ നിർബന്ധമായും വാങ്ങണം എന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ. വാങ്ങലും വിൽപ്പനയും എന്താണ് ഇതിൽ നിന്ന് കാണുന്നത്? ദൈവാത്മാവത്തോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യത്തെ വാങ്ങുവാൻ സാധിക്കുമോ, വിൽക്കുവാൻ സാധിക്കുമോ? വിൽക്കരുത് എന്നാണ് പറയുന്നത്, വാങ്ങുകയാണ് വേണ്ടതെന്നും പറയുന്നു. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേദപുസ്തകത്തിൽ പലതരം വിൽക്കലും വാങ്ങലും ഒക്കെ നമുക്ക് കാണാം. സത്യം എന്താണ്? ചില പറയും സത്യം ആപേക്ഷികമാണ്, ചില പറയും സത്യം അബ്സ്ട്രാക്റ്റാണ്, അമൂർത്തമാണ്. ഇങ്ങനെ സത്യത്തെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മനുഷ്യന് ഉള്ളത് നമുക്ക് കാണാം. എന്താണ് സത്യം? എന്തുകൊണ്ട് വാങ്ങണമെന്ന് പറയുന്നത്? എന്തുകൊണ്ട് വിൽക്കരുത്? അത് വാങ്ങണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് സത്യമുള്ളത്? മനുഷ്യർ സത്യത്തെ അംഗീകരിക്കുന്നവരോ അതോ ഭോഷ്കിനെ പിന്തുടരുന്നവരോ? അല്പമായി അതിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 തെസ്സലോനിക്കർ 2 അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് കാണാം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. സത്യം എന്താണ്? എവിടെയാണ്? സത്യത്തെ സ്നേഹിക്കാതെ, സത്യത്തെ വിശ്വസിക്കാതെ എന്ന് അവിടെ പൗലോസ് പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യം എവിടെയാണുള്ളത്? ആരിലാണ് സത്യമുള്ളത്? ഇവിടെ പറയുന്നു ഭോഷ്ക് വിശ്വസിക്കത്തക്കവണ്ണം വ്യാജത്തിന് വ്യാപാര ശക്തി അയക്കുന്നു. സത്യത്തെ സ്നേഹിക്കാതെ വരുമ്പോൾ അവർക്ക് മനുഷ്യന് ഉണ്ടായിരിക്കുന്ന വ്യാജത്തിന് വ്യാപാര ശക്തി, അല്ലെങ്കിൽ വ്യാജം അവരിൽ വ്യാപരിക്കുന്നു. അവർ ഭോഷ്കിൽ വിശ്വസിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്, മതപ്രബോധനങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. പുരാതനമായ പ്രസിദ്ധമായ കടിച്ചാൽ പൊട്ടാത്ത പ്രബന്ധങ്ങളൊക്കെ പ്രയോഗങ്ങളുള്ള ആഴമായ ബുദ്ധിക്കെത്താത്ത വലിയ കാര്യങ്ങളുണ്ട്. അനേക ചിന്തകന്മാരാണ്. എല്ലാവരും സത്യത്തെ അന്വേഷിക്കുന്നു. എന്താണ് സത്യം? എവിടെയാണ് സത്യം? ഗാന്ധിജിയുടെ ഒരു പുസ്തകം തന്നെയുണ്ടല്ലോ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. സത്യത്തെ എങ്ങനെ തേടിക്കൊണ്ടിരിക്കുക മനുഷ്യർ? പക്ഷേ കണ്ടെത്തിയോ? ഇവിടെ ബൈബിൾ പറയുന്നു വ്യാജത്തിന് വ്യാപാര ശക്തി വ്യാപരിക്കുന്നു. കാരണം ഭോഷ്ക് വിശ്വസിക്കുമാറ്. എല്ലാവരും തുടങ്ങിയത് ഏതെൻ തോട്ടത്തിലാണ്. കാരണം മനുഷ്യൻ ഭോഷ്ക് വിശ്വസിപ്പാൻ പ്രേരിതനാകുന്നു. നിഷ്കന്മഷയുഗത്തിൽ പാപമില്ലാത്ത കാലത്ത് മനുഷ്യൻ പാപിയാകത്തക്കോണം സാത്താന്യമായ വഞ്ചനയിൽ കുടുങ്ങി ഭോഷ്ക് വിശ്വസിച്ചു. തന്മൂലം നാൽസരം കെട്ടവനായി തീർന്നു. വിവേചനാശക്തി ഉണ്ടായിരുന്നുവെങ്കിലും കാഴ്ചയാലും മോഹത്താലും സാത്താന്യ പ്രലോഭനത്താലും കുടുങ്ങി അവൻ പാപം ചെയ്തു. ഉൽപ്പത്തി ആദ്യ ഭാഗത്ത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ സത്യമൂടെ അന്ന് മുതൽ ഭോഷ്ക് വിശ്വസിക്കുകയാണ്. സത്യം തീരുന്നുണ്ട്, പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല. പല മാർഗങ്ങളിൽ കൂടെ മനുഷ്യൻ സത്യം അന്വേഷിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ അങ്ങനെ വിട്ടോ? സത്യം എവിടെയാണുള്ളത്? സത്യം എന്താണ്? യോഹന്നാൻ സുവിശേഷത്തിലും യോഹന്നാൻ ലേഖനങ്ങളിലും നിരന്തരം കാണുന്ന ഒരു പദമാണ് സത്യം. യോഹന്നാൻ 17 അധ്യായം 3 വാക്യത്തിൽ കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ താൻ ഇങ്ങനെ പറയുന്നു: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ
ഏകസത്യ ദൈവമായി നിന്നെയും. വ്യക്തമായി കർത്താവ് പറഞ്ഞു, അത് ഏകസത്യ ദൈവമായി നിന്നെ. അപ്പോൾ ധാരാളം ദേവന്മാരുന്നുണ്ടല്ലോ. ഭാരതീയ സംസ്കാരം അനുസരിച്ച് കോടിക്കണക്കിനാണ്. ഓരോ രാജ്യത്തും ഓരോ മതങ്ങളിലും ധാരാളം ദേവന്മാർ. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ദേവന്മാരെ ഉണ്ടാക്കുന്നു. എന്നാൽ സത്യദൈവം ഉണ്ടോ? ഉണ്ട്. ഏകസത്യ ദൈവമായി നിന്നെയും എന്ന് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് യേശു തറപ്പിച്ച് പറയുന്നു. മാത്രമല്ല 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വേഗം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. എന്നിട്ട് അടുത്ത് പറഞ്ഞു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവപുത്രൻ വന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വേഗം തന്നു. അവനാരും നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നു, യേശു ക്രിസ്തുവിൽ കൂടെ നാം സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വേഗം ലഭിച്ചു. മാത്രമല്ല, യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ഒരിക്കൽ തൻ്റെ ഫെയർവെൽ പ്രസംഗമൊന്ന് പറയത്തക്കോണം, അല്ലെങ്കിൽ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവനോട് സംശയം ചോദിച്ചാൽ താൻ പറഞ്ഞത് മനസ്സിലാക്കാതെ വന്നപ്പോൾ തോമസ് കർത്താവിനോട് ചോദിച്ചതിന് ഒരു മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. രണ്ടാമത്, കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ സത്യമായവൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിച്ചു, അവൻ സത്യദൈവവും നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഐ ആം ദ ട്രൂത്ത്. ഞാൻ തന്നെയാണ് സത്യം. ഇതുപോലെ പറഞ്ഞ ഒരു നേതാവും ഭൂമിയിലില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഞാനാണ് സത്യം എന്ന് പറഞ്ഞ ആരും, ഞാനാണ് മാർഗം, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ മറ്റൊരു നേതാവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യദൈവത്തിൽ നിന്ന്, ദൈവത്തിങ്കൽ നിന്ന് വന്ന യേശു ക്രിസ്തു സാക്ഷാൽ സത്യമെന്ന് കാണുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം പിന്നെയും പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ആദിയിൽ വചനമായിരുന്നവൻ, 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, വിശദമായി യോഹന്നാൻ എന്ന് പറഞ്ഞിട്ടാണ് ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെയായിരുന്ന വചനം, ജീവനായിരുന്ന വചനം, വെളിച്ചമായിരുന്ന വചനം, സകലത്തിനും കാരണഭൂതനായ വചനം ജഡമായി തീർന്നു, ശരീരം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വ്യക്തമായി പറയുന്നു, ബൈബിൾ പറയുന്നു, യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനമായിരുന്നവൻ സാക്ഷാൽ സത്യമായി തീർന്നു. അല്ലെങ്കിൽ യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇടയ്ക്ക് പറയട്ടെ, ഒരിക്കൽ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇന്ന് സാധാരണ ആളുകൾ ചോദിക്കുന്ന, മനുഷ്യർ എക്കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിലാത്തോസിന് മുൻപിൽ നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ വന്നിരിക്കുന്നു.
12-ാം 37-ാം വാക്യം. പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞെന്ന്. യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നൽകേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു ഉത്തരം പറഞ്ഞു. ഉടനെ പിലാത്തോസ് പറഞ്ഞ മറുചോദ്യമാണ് ബഹിരസം. സത്യമെന്നാൽ എന്ത്? 38-ാം വാക്യം. സത്യമെന്നാൽ എന്ത്? വാട്ട് ഈസ് ട്രൂത്ത്? എല്ലാവരും സത്യമെന്നാൽ എന്താ എല്ലാവരും ഇന്ന് ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഏകസത്യ ദൈവത്തിൽ നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് വന്ന സാക്ഷാൽ വചനമായവൻ ആണ് സത്യം. അല്ലെങ്കിൽ കർത്താവായ യേശു സത്യമാണ്, സാക്ഷാൽ സത്യം. മാത്രമല്ല യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതും വാസ്തവം പറഞ്ഞ ഇന്നർ സർക്കിളിൽ, മറ്റു വാക്കിൽ പറഞ്ഞാൽ കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് അവർക്ക് മാളിക മുറിയിൽ അവരെ കൊണ്ടുപോയി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. 14, 15, 13-ാം അധ്യായത്തിൽ കർത്തൃമേശ ഏർപ്പെടുത്തി. അത് കഴിഞ്ഞ് കർത്തൃമേശയും പാദശുശ്രൂഷയും. അത് കഴിഞ്ഞ് 14, 15, 16 അധ്യായങ്ങളിൽ അവരോട് തുറന്ന് സംസാരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ്. അപ്പോൾ സത്യാത്മാവ് ദൈവത്തിങ്കിൽ വരുന്ന പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചാണല്ലോ ഇത് പറഞ്ഞത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ത്രിയേകത്വത്തെ സത്യമായി ദൈവവചനം വീക്ഷിക്കുന്നു. മാത്രമല്ല, ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞു വിടുകയാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു. താൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വാസ്തവം പറഞ്ഞ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. എന്താണ് വിശുദ്ധീകരിക്കുന്ന സത്യം? എന്താണ്? നിന്റെ വചനം സത്യമല്ലോ. സത്യത്തിൽ നിന്ന് പുറപ്പെട്ടതെല്ലാം സത്യമാണല്ലോ. അതിനും യോഹന്നാൻ പറഞ്ഞതും യോഹന്നാൻ 2-ാം അധ്യായത്തിലുണ്ട്, പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരുന്നില്ല. മാത്രമല്ല 2 തീമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാന്ന് നിൽപ്പാൻ അഭ്യസിക്കുക എന്ന് തീമോഥെയോസിനോട് പറയുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സത്യവചനം. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവാൻ ദൈവം, അല്ലെങ്കിൽ ഈ ആളത്വങ്ങൾ അടങ്ങിയ ത്രിയേക ദൈവം സാക്ഷാൽ സത്യമാണ്. മാത്രമല്ല ആ സത്യത്തിൽ നിന്ന് പുറപ്പെട്ട അവൻ്റെ വചനങ്ങളെല്ലാം സത്യവുമാണ്. വെറുതെയല്ല, 12-ാം സംഗീതത്തിൽ തന്നെ പറഞ്ഞത്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. അപ്പോൾ നിർമ്മല പരിശുദ്ധമായ വചനങ്ങൾ. വാസ്തവം പറഞ്ഞാൽ ഈ വിശുദ്ധമായ വചനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു? ദൈവവചനം വിശുദ്ധമാണ്, സത്യമാണ്. സത്യത്തിൽ നിന്ന് സത്യം മാത്രമേ പുറപ്പെടുകയുള്ളൂ. യാക്കോബ് ഒരിക്കൽ ഒരു ലോജിക്കായിട്ട് ചോദ്യം ചോദിച്ചല്ലോ, പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവുമുള്ള വെള്ളം പുറപ്പെടുമോ? അപ്പോൾ സാക്ഷാൽ സത്യമായതിൽ നിന്ന് സത്യമേ പുറപ്പെടുകയുള്ളൂ. അവൻ്റെ സത്യവചനമാണല്ലോ നാം ഉപയോഗിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ തിരുവെഴുത്ത്. അപ്പോൾ മറ്റു വാക്കിൽ പറഞ്ഞാൽ അതിലെ ഉപദേശങ്ങൾ, അക്ഷരങ്ങൾ മാത്രമല്ല അതിലെ ഉപദേശങ്ങളും. അപ്പോൾ സത്യം വിൽക്കുകയല്ല, വാങ്ങി അത്രേ വേണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഗൗരവം അവിടെ കാണുന്നുണ്ട്. ഈ വിൽപ്പനയും വാങ്ങലും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സത്യം എന്താണെന്ന്, സത്യം ഏതാണെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായി തെളിയിച്ചു. സത്യദൈവം, വഴിയും സത്യവും ജീവനുമായവൻ, സത്യാത്മാവ്, സത്യവചനം.
ആ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യവചനം നിത്യയോളം നിലനിൽക്കുന്ന സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിൻ്റെ വചനവും എന്നേക്കും നിലനിൽക്കുന്നു എന്ന് യശയ്യാപ്രവചനത്തിൽ പറഞ്ഞതുപോലെ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനം. സംഗീതക്കാരൻ്റെ ഭാഷയിൽ നിലത്തെ ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയെ പോലെ നിർമ്മലമായ വചനം. അതുകൊണ്ടാണല്ലോ പത്രോസ് പറഞ്ഞ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ മഞ്ചിപ്പിന്ന്. അപ്പോൾ ഈ സത്യം എങ്ങനെ വാങ്ങുന്നേ, സത്യം എങ്ങനെ വിൽക്കുന്നേ? ദൈവവചനത്തിൽ പലതരം വിൽപ്പനകൾ നമുക്ക് കാണാം, പലതരം വാങ്ങലും കാണാം. വേദപുസ്തക ചരിത്രത്തിലെ ഒരു ദുഃഖ കഥാപാത്രത്തെക്കുറിച്ച് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവ്. അവനെക്കുറിച്ചൊരു വീഡിയോ മുൻപ് ചെയ്തതാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവൻ, അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് അവന് ചിന്തയില്ല. പിന്നീട് അവൻ അത് ദുഃഖത്തോടെ കരഞ്ഞു. പക്ഷേ ഫലമില്ലാതെ പോയി. വാങ്ങിയവൻ കൊണ്ടുപോയി. നാം ഒരു വസ്തു വിറ്റാൽ വാങ്ങുന്നയാൾ വീണ്ടും അത് വിൽറ്റയാളിന് കൊടുക്കണമെന്നില്ലല്ലോ. മാത്രമല്ല, ഈ വിൽപ്പനയും വാങ്ങലും തമ്മിൽ നോക്കുമ്പോൾ ഇപ്പോഴാണ്, അല്ലെങ്കിൽ ഇക്കാലത്താണ് കറൻസിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയോ കൊടുത്ത് വാങ്ങലും വിൽപ്പനയോ ഉള്ളത്. പണ്ട് കാലങ്ങളിൽ ആ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അതായത് ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊന്ന് വാങ്ങുക, പണം കൊടുക്കുകയല്ല. ഇപ്പോൾ അരി ഉള്ളയാൾ അരി കൊടുത്തിട്ട് തേങ്ങ വാങ്ങിക്കുന്ന പോലെ, അല്ലെങ്കിൽ തേങ്ങയാണ് ഒരാൾക്കുള്ളത്, അയാൾക്ക് അരി വേണം. അപ്പോൾ മറ്റേയാളുടെ തേങ്ങ കൊടുക്കുന്നു, അരി വാങ്ങിക്കുന്നു. നിങ്ങളുടെ ബാർട്ടർ സമ്പ്രദായമായിരുന്നല്ലോ ആദ്യകാലത്തുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ പിന്നീട് നാണയങ്ങളായി, പിന്നീട് തൂക്കി കൊടുക്കലായി, പിന്നീട് നാണയങ്ങളായി, ഇങ്ങനെ വിവിധ നിലകളിൽ ക്രയപേർ ഇന്ന് ഡിജിറ്റൽ കറൻസിയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ വിവിധ നിലകളിലാണ് വിൽപ്പന. ഉദാഹരണം പറഞ്ഞാൽ, ഈ വെച്ചു മാറുക, ഒന്ന് കൊടുത്ത് വേറൊന്ന് വാങ്ങിക്കുക. അങ്ങനെ നോക്കിയാൽ എന്നെ നിരന്തരം ചിന്തിപ്പിക്കുന്ന ഒരു മനോഹരമായ, സാധാരണ ആളുകളെല്ലാവരും പാടുന്ന ഒരു മലയാളം പാട്ടുണ്ട്. പണ്ട് ഒരു ഭക്തനായ ദൈവദാസൻ എഴുതാണ്. പക്ഷേ അത് ഓർക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഇന്ന് വളരെ നല്ല ഗാനമാണ്. തമിഴിലോട്ടും മറ്റു ഭാഷകളിലോട്ടും അത് പരിഭാഷ ചെയ്തിട്ടുമുണ്ട്. മണ്ണെ പ്രതി മാണിക്യം വിടിയുകയില്ല ഞാൻ. സുന്ദർന മനോഹര പാസ്റ്റർ സി.എസ്. മാത്യു എഴുതിയ ഗാനമാണല്ലോ. എൻ പ്രിയനേക്കാൾ സുന്ദരനായി ആരെയും ഞാൻ ഉള്ളുകൾ എന്ന ഗാനം. അപ്പോൾ സുന്ദർന മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര, പ്രാകൃതരാൻ ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വിടിയുകയില്ല. ഇന്നും തലമുറകളെ ആവേശം കൊള്ളിക്കുന്ന എല്ലാവരും പാടും. എന്നാൽ ഇന്നും നടക്കുന്ന അതല്ലേ, വ്യാപകമായ വിൽപ്പനയല്ലേ, അല്ലെങ്കിൽ വെച്ചുമാറലല്ലേ ഇന്ന് നടക്കുന്നത്. കർത്താവ് തന്നെ നമ്മെ തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്തുന്ന ദൈവവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ, കുഞ്ഞാടേ നീ ഇറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ജാതികളിലും ഭാഷകളിലും വംശങ്ങളിലും ഗോത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്ന് കാണാം. വിലയ്ക്ക് വാങ്ങി അവകാശത്തിൻ്റെ വീണ്ടെടുപ്പിന് അച്ചാരമായി പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു എന്നും കാണാം. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. കൊരിന്ത്യർ പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്? തൻ്റെ പ്രിയ പുത്രൻ്റെ, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വന്തം രക്തം കൊണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എഫെസോസിലെ സഭയുടെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പോൾ യേശുക്രിസ്തു തന്നെ വിലമതിക്കാനാവാത്ത ജീവരക്തം കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ വലിയ വിലയെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല, അതിനെ മഹത്വവും ഓർക്കാറില്ല. എന്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി? പൗലോസ് 1 കൊരിന്ത്യർ പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട എല്ലാവരോടും ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല. അങ്ങനെയെങ്കിൽ
അങ്ങനെയാണ് ഈ പറയുന്നതിൻ്റെ സത്യം വിൽക്കുകയല്ല, വാങ്ങുക എത്രയേ വേണ്ടതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നാം നേരത്തെ ചിന്തിച്ചതുപോലെ വെച്ചു മാറുന്ന ധാരാളം അവസരമുണ്ട്. യാക്കോബ് ഏശാവിനോട് പറഞ്ഞ പോലെ തന്നെ പകരത്തിന് പലതും തന്ന് നമ്മെ വിശേഷിക്കാൻ ഒരു ശക്തി നിലവിലുണ്ട്. ക്രിസ്തുവിൽ നമ്മൾക്കുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തുവിൽ നമുക്കുള്ള പദവി, ക്രിസ്തുവിലുള്ള ശ്രേഷ്ഠത, വിശുദ്ധിയുടെ ഉന്നത മാനദണ്ഡങ്ങൾ, ക്രിസ്തുവിലെ മർമ്മങ്ങൾ, ഇതൊക്കെ നമ്മിൽ നിന്ന് അപഹരിപ്പാൻ ശത്രുവായവൻ വിടാതെ നമ്മുടെ പിന്നാലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ജാഗ്രതയോടെ ഇരുന്നേ പറ്റുകയുള്ളൂ. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഒരു സാധനം വാങ്ങണമെങ്കിൽ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. കർത്താവ് ഇപ്പോൾ ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങാണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ A31 അത്ര കൂടിയൊന്നുമല്ല. അത് വാങ്ങാനായിട്ട് ഞാൻ കടയിൽ പോവുകയാണ്. വിൽപ്പന സ്റ്റോറിൽ ചെന്നു, കാശ് കൊടുത്തു, ഫോണൊക്കെ തിരഞ്ഞെടുത്തു, എല്ലാം കഴിഞ്ഞു. ബില്ലിട്ട് അവർ ബില്ല് തരികയാണ്. അപ്പോൾ ഞാൻ അതിന് ഒരു 100-150 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്താൽ എന്നെ ബട്ടണാണെന്നേ അവർ പറയത്തുള്ളൂ. കാരണം A31 വാങ്ങിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 21 രൂപയെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ 21,000 രൂപയെങ്കിലും കൊടുക്കണമല്ലോ. ഞാൻ വാങ്ങിച്ച കാലത്ത് അത്രയുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സാധനം വാങ്ങണമെങ്കിൽ അതിന് തക്ക വില കൊടുത്തേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ കുരുന്നിൽ തന്നെ പോലീസ് പണികളെക്കുറിച്ച് പറയുന്നുണ്ട്. മരം പുല്ല്, വൈക്കോല്, വെള്ളി പൊന്ന വിലയേതകല്ല്, ഇങ്ങനെ പണികളെക്കുറിച്ച് രണ്ട് അടിസ്ഥാനങ്ങൾ, ഒരേ അടിസ്ഥാനം രണ്ട് തരം വസ്തുക്കൾ ഉപയോഗിച്ച് പണിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ വ്യത്യാസം? ഇപ്പോൾ 1 കിലോ പുല്ലിന് ഇത്രയ്ക്കെത്രയുള്ളൂ വില. പക്ഷേ 1 കിലോ സ്വർണം വാങ്ങിക്കാൻ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ, മാത്രമല്ല ഈ പുല്ല് ഇച്ചിരി കഴിയുമ്പോൾ ഉണങ്ങി തീർന്നു, അതിന് ഈട് കഴിഞ്ഞു, അല്ലെങ്കിൽ വൈക്കോല് അത് കഴിഞ്ഞ് ദ്രവിച്ചു പോയി. പൊന്ന് കാലാകാലങ്ങളും ദ്രവിക്കത്തില്ല. ഇതുപോലെ തന്നെ ക്രിസ്തുവേശുള്ള ദൈവം തരുന്ന വിലയേറിയതിൻ്റെ മൂല്യം നമുക്കറിയാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സാക്ഷാൽ സത്യമായവൻ, അവൻ്റെ സത്യമന്തേ നമുക്ക് തന്നിരിക്കേ നമ്മെ നിത്യജീവന് അവകാശികളാക്കാൻ. അതാണല്ലോ യാക്കോബ് പറയുന്നത്. യാക്കോബ് 1-ാം അധ്യായത്തിൽ അത് പറയുന്നല്ലോ, അവൻ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാം വാക്യം, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരു വിധത്തുള്ള ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നു പറയുന്നവർ യഥാർത്ഥമായി വെടിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കള്ളനോട്ടുകളുണ്ട്. ഇന്നെല്ലാം ബോണഗെയിൻ എന്ന് പറയുന്നുണ്ട്. എങ്ങാണ്ട് ചെന്ന് കൂത്താടി വെച്ച് കൈയും പൊക്കി പിടിച്ച് ബോണഗെയിനാണെന്നും പറഞ്ഞ് അവകാശപ്പെടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. എന്നാൽ സത്യത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചവർ, അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സത്യവചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനത്തിന് ചില പ്രത്യേകതകളുണ്ട്. സത്യത്തിൽ നിലനിന്നേ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ കുറെ കൂടെ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന നോക്കുക. 31 മുതൽ വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെയാണ് വിഷയം. സത്യത്തെ വിൽക്കരുതെന്ന് പറയാൻ കാരണം എന്താ? വീണ്ടും ജനിച്ചു എന്ന് പറയുന്നു. ശരി, തന്നിൽ വിശ്വാസം അർപ്പിച്ച യഹൂദന്മാരോട് കർത്താവ് അടുത്ത് പറഞ്ഞതാണ് സഹിക്കാൻ പറ്റുന്ന കാര്യം. അവർ ഇടറിപ്പോയി. എന്താണ്? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, വീണ്ടും ജനിച്ചെന്ന് പറയുന്നവർ അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായ അവൻ്റെ ശിഷ്യന്മാരാകും. അവൻ്റെ ശിഷ്യന്മാരായാൽ സത്യമറിയും, സത്യമറിഞ്ഞാൽ സ്വതന്ത്രരാകും. അപ്പോൾ സത്യമറിയാനുള്ള ഏക മാർഗം അവൻ്റെ വചനത്തിൽ നിലനിന്ന്
അവൻ്റെ ശിഷ്യന്മാരാകുകയാണ്. ബോണഗെയിനാന്നും പറഞ്ഞ് തെക്കോടൊക്കെ നടക്കുന്നതിലല്ല, പ്രശംസ പറയുന്ന ഇന്നൽ നാം കാണുന്നതാണല്ലോ. സ്വർഗത്തിൽ പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബോണഗെയിനായിരിക്കുന്നു. അല്ല, ദൈവവചനം പറയുന്നതല്ല. ശരിയാണ്, ദൈവവചനം പറയുന്നു അവൻ്റെ വചനത്തിൽ നിന്ന അവൻ്റെ ശിഷ്യന്മാരാണ്. എന്താ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ യോഗ്യത? ഓർത്തൻ ആരാണ് അവൻ്റെ ശിഷ്യന്മാർ? ഓർത്തൻ എൻ്റെ പിന്നാലെ വരാൻ ചെയ്ച്ചാൽ അവൻ തന്നെത്താൻ ചെയ്യിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാ കർത്താവ് പറഞ്ഞ്. ശിഷ്യത്വത്തിനുള്ള യോഗ്യതയായിട്ട് കർത്താവായ ഗുരുവായവൻ പറഞ്ഞതാണ്. അവൻ്റെ ശിഷ്യന്മാരായെങ്കിലേ സത്യമറിയുകയുള്ളൂ, എങ്കിലേ സത്യത്താൽ സ്വതന്ത്രരാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സത്യം അവരെ സ്വതന്ത്രരാകും. സ്വാതന്ത്ര്യത്തിൽ, മായയിൽ നിന്ന്, മായയുടെ ബന്ധനത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, ലോകത്തുള്ള എല്ലാത്തിൽ നിന്നും അവർ സ്വാതന്ത്ര്യം പ്രാപിക്കും. സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണം അറിഞ്ഞ് അതിൽ നിലനിൽക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കും. കർത്താവിനെ വെച്ചാൽ നമുക്ക് പിന്നാലെ ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ സത്യം വിൽക്കുകയല്ല വാങ്ങിയത്രേ വേണ്ടെന്നുള്ള വചനത്തെ അടിസ്ഥാനമാക്കി അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ അവിടുന്ന് അവസരം തന്നല്ലോ. പരമായ സത്യത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചവർ സത്യത്തിൽ നിലനിന്ന്, സത്യവചനത്തിൽ നിലനിന്ന് കർത്താവെ യഥാർത്ഥ അങ്ങയുടെ ശിഷ്യത്വം അനുപ്രാപിച്ച് നാഥാ സ്വാതന്ത്ര്യവും തുടർന്ന് ആത്മീയ അനുഭവം, ഉന്നതമായ ആത്മീയ അനുഭവങ്ങളും പ്രാപിച്ച് അങ്ങോട്ട് ചേരുവാനോട് സഹായിക്കണമേ. ദൈവമർമ്മങ്ങൾ തുടർന്നും പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ആലോചന വെളിപ്പെടുത്തണമേ. കർത്താവെ ഞങ്ങൾ ജനത്തോട് സംസാരിക്കണമേ. നാഥ യേശാവിനെ പോലെ നിസ്സാര കാര്യങ്ങൾക്ക്, നാഥ താൽക്കാലിക ലോകസുഖങ്ങൾക്ക് സ്വർഗീയമായതിനെ വിട്ടുകളയുവാൻ ഞങ്ങൾക്ക് അനുവദിക്കരുതേ. അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.